ഇപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പൊട്ടിടണം, തല കോതണം, ഡ്രസ്സ് ചെയ്യണം. മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാൻ പൗഡർ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ പേര് ടെറി എന്നാണ് കേട്ടോ. ടെറി മേക്കപ്പിൻ്റെ ലാസ്റ്റ് ബെറ്റ്. ഈ മേക്കപ്പ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പൊട്ട് വെച്ച്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്തു, അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്തു, എൻ്റെ ഹെയറും ചെയ്തു, ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു. അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോകുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ വ്ലോഗ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ 3 വ്ലോഗും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് സുന്ദരിയായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വ്ലോഗായിരുന്നു. അതുപോലെ എല്ലാവർക്കും എന്നും ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങാനോ അല്ലെങ്കിൽ അവരുടെ സ്കിൻ കെയർ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ചിലപ്പോഴൊക്കെ. അപ്പോൾ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉപയോഗപ്രദമാകും. നമ്മൾക്കെങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ മേക്കപ്പ് ചെയ്യാവുന്നതിനെക്കുറിച്ചുള്ള ഒരു ബ്ലോഗായിരുന്നു ഇത്. അതുപോലെ തന്നെ ഒരുപാട് പൈസ ചിലവാക്കാതെ നമുക്കെങ്ങനെ സുന്ദരിയായിട്ടിരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്ലോഗായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് സാധനങ്ങൾ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് തന്നെ തിരഞ്ഞെടുക്കുക. വാങ്ങിക്കുമ്പോൾ അത് ഡേറ്റ് നോക്കി വാങ്ങിക്കുക. 2 to 3 years നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ലത് വാങ്ങാൻ ശ്രമിക്കുക. കാരണം അതിൽ പാരബൻസ് പോലെയുള്ള സാധനങ്ങൾ ഇല്ലാത്തത് തന്നെ തിരഞ്ഞെടുക്കുക. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye.